ഇതൊരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത് അല്ലേ? അതെ. ഗ്രേറ്റ് കോണ്ടന്റ് കമ്പൈൻഡ് വിത്ത് ഗ്രേറ്റ് മാർക്കറ്റിംഗ് കമ്പൈൻഡ് വിത്ത് എ ഗ്രേറ്റ് സെയിൽസ് പ്രോസസ്. ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞ ഫോളോവർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വേണം. ഇപ്പം മാറി മാറി നമ്മൾ കൂടുതലും ഷെയർസ് അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഏതൊരു ക്ലയൻറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ ഒരു ആർട്സിലേക്ക് പോകുന്നതിന് പകരം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സോഷ്യൽ അവയർനെസ്സും പിന്നെയാണ് ഇതെല്ലാം എവിടെ കിട്ടുന്നു എന്നുള്ള കാര്യം വരുന്നത്. ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ്സിലേക്ക് പോകുന്നത്. ഈ ഗൂഗിൾ ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ക്രോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ ആ ഒരു ഡാറ്റ എത്രത്തോളം റെലവൻ്റ് ആണ് എന്നാണ് നോക്കുന്നത്. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഓക്കെ ബെസ്റ്റ് സെയിൽസ് അക്കാദമി എന്ന് ചോദിച്ചാൽ ഒരിക്കലും നമ്മൾ നോർമൽ ഒരു SEO ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല. ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കാണാൻ പാകത്തിന് വേണ്ട അവരെ ഹുക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള കോണ്ടൻസ് പുഷ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ്സ് പ്ലേസ് ചെയ്യുന്നത്. പണ്ട് കൊണ്ടുവന്ന പ്രിൻ്റർ ആഡ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് കോഡിങ്ങും മാഗസിനാടും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. അതൊന്നും നിന്നിട്ടില്ല. മറ്റേ നമുക്ക് ക്വാളിറ്റി ലീഡ്സ് വരെ നമുക്ക് ചെയ്യാം. ബട്ട് അവിടെ കൺവേർഷൻ എന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും സംഭവിക്കാത്തൊരു കാരണം ഈ ഒരു സോഷ്യൽ പ്രൂഫ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അവർ പറയുന്ന എല്ലാ മൊമെൻറ്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ A to Z കാര്യം ഇപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ 5 മിനിറ്റും വാല്യൂ ആണ്. ഹലോ, വെൽക്കം ടു ഗ്രോത്ത് ഫാദർ. യൂഷ്വലി ഗ്രോത്ത് ഫാദറിൻ്റെ വീഡിയോ കോണ്ടന്റുകളിൽ നിങ്ങൾ കാണാറുള്ളത് ഫൗണ്ടർ ആൻഡ് CEO എന്നുള്ള നിലയിൽ നിയാസിനെയും ഹെഡ് ഓഫ് ബിസിനസ് എന്നുള്ള രീതിയിൽ എന്നെയുമാണ്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികളിലൊന്നായി ഗ്രോത്ത് ഫാദറിനെ മാറ്റിയത് ഞങ്ങളുടെ വലിയ ഒരു ടീമിൻ്റെ എഫക്റ്റീവായിട്ടുള്ളൊരു പെർഫോമൻസ് കൊണ്ടാണ്. പലപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് അകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ബിസിനസ് ഓണേഴ്സിനോ അല്ലെങ്കിൽ ജനറൽ പബ്ലിക്കിനോ അറിവുണ്ടാവില്ല. അപ്പോൾ ഗ്രോത്ത് ഫാദർ ഉദ്ദേശിച്ചു, എന്താണ് റിയൽ ആയിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ നടക്കുന്നത്, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ ക്ലയൻറ്റിന് ആവശ്യമായിട്ടുള്ള റിസൾട്ടുകൾ ഞങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ലൈവായിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്ന് ഞങ്ങൾ വിചാരിച്ചു. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ക്ലയൻറ്റ് ഗ്രോത്ത് ഫാദറിലേക്ക് വരുന്നത് മുതൽ ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നത് വരെയുള്ള ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മളിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഏതൊരു ക്ലയൻറ്റും നമ്മളുടെ ഏജൻസിയിലേക്ക് വരുമ്പോൾ ആദ്യം ഒബ്വിയസ്ലി കോൺടാക്ട് ചെയ്യുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആയിരിക്കും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള സംസാരങ്ങൾക്ക് ശേഷം ആ ക്ലയൻറ്റ് ഓൺബോർഡ് ആയതിനു ശേഷം നേരെ നമ്മൾ ഫസ്റ്റ് പോവുക ക്ലയൻറ്റ് റിലേഷൻസിലേക്കാണ്. സോ അവിടെയാണ് നമ്മളുടെ ക്ലയൻറ്റ് റിലേഷൻഷിപ്പ് മാനേജറായിട്ടുള്ള കല്യാണിയുടെ റോൾ വരുന്നത്. കല്യാണി ആയിരിക്കും ഇത് ടീമിനെയും ക്ലയൻറ്റിനെയും കോർഡിനേറ്റ് ചെയ്ത് ഓൺബോർഡിങ് പ്രോസസ്സിലേക്ക് കടക്കുന്നത്. സോ ഇവിടുന്ന് ഇങ്ങോട്ട് കല്യാണി വിൽ ഗൈഡ്. ഹായ്, ഒരു ക്ലയൻറ്റ് നമുക്ക് വന്നാൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനാണ്. ഞങ്ങൾ അതിനെ വിളിക്കുന്നത് ഡിസ്കവറി കാളിലാണ്. സോ കം ലെറ്റ്സ് സീ ഹൗ ഇറ്റ് വർക്ക്സ്. സോ ഡിസ്കവറി കോൾ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനാണ് ഒരു ക്ലയൻറ്റിൻ്റെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ക്ലയൻറ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ബിസിനസ് എന്താണ്, ക്ലയൻറ്റിൻ്റെ ടാർഗറ്റ് എന്താണ്, ക്ലയൻറ്റിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതും ആ ക്ലയൻറ്റിന് എന്തെല്ലാം ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇതെല്ലാം നമ്മളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടീം ലീഡ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഗ്രേറ്റ് സക്സസ് സ്റ്റോറി ഉണ്ടാവുക. ഇപ്പോൾ ഗ്രോത്ത് ഫാദർ കഴിഞ്ഞ 3 വർഷത്തിൽ ഏകദേശം 300-ലധികം ക്ലയൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ക്ലയൻറ്റുകൾക്കും നമുക്കങ്ങനെ ഒരു ഫുള്ളി സക്സസ് സ്റ്റോറി ഒന്നും മേടിക്കുക 100% സക്സസ് റേറ്റ് ഒന്നും ഒരു ഏജൻസിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. സോ ഗ്രേറ്റ് റിസൾട്ട്സ് ഹാപ്പൻസ് വെൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ് കംസ് ഇൻ ടു സിങ്ക്രണൈസേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഫുള്ളി പൊട്ടൻഷ്യൽ വരുമ്പോൾ മാത്രമാണ് അവിടെ ഒരു മാജിക്കൽ റിസൾട്ട് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സക്സസ് സ്റ്റോറീസൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് എളുപ്പത്തിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈവായിട്ട് ഒരു ക്ലയൻറ്റിനെ എങ്ങനെയാണ് നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമ്മളൊരു ക്ലയൻറ്റിനെ ഗ്രോത്ത് ഫാദറിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ റീസെൻ്റായിട്ട് ആരംഭിച്ച ബിലാൽസ് അക്കാഡമി ഓഫ് സെയിൽസ് എക്സലൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ എപ്പിസോഡിലെ നമ്മളുടെ ക്ലയൻറ്റ്. അപ്പോൾ ഗ്രോത്ത് ഫാദറിനെ നമ്മൾ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ബിലാൽസ് അക്കാഡമി ഓഫ് സെയിൽസ് എക്സലൻസ് എന്ന കമ്പനിയെ എത്രയും പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ബെറ്റർ റീച്ച് ഉണ്ടാക്കി അതിന് അഡ്മിഷൻസ് ഉണ്ടാക്കുക, ആ അക്കാഡമിയിലേക്ക് കുട്ടികളെ അഡ്മിഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്രോത്ത് ഫാദറിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ചാലഞ്ച്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് ഗ്രോത്ത് ഫാദർ ഏറ്റെടുക്കുന്നതെന്നും അതിൻ്റെ പിറകിൽ ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നമ്മൾ എങ്ങനെയാണ്
സെറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് ഇന്ന് നമ്മൾ ലൈവായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. സോ ഇനി അങ്ങോട്ട് ഞാൻ ക്ലയൻ്റ് ആയിരിക്കും. ഞാൻ ബിലാൽസ് അക്കാഡമി ഓഫ് സെയിൽസ് എക്സലൻസിൻ്റെ ഫൗണ്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ക്ലയൻ്റ് എന്നുള്ള റോളായിരിക്കും സ്വീകരിക്കുക. കല്യാണി ആയിരിക്കും ഈ മീറ്റിങ്ങിൻ്റെ മോഡറേറ്റർ. ദെൻ നമ്മളുടെ എല്ലാ ടീം ലീഡ്സും ഉണ്ടാവും. സോ ഓവർ ടു കല്യാണി. സോ ടീം, ഇന്ന് നമുക്ക് ഓൺബോർഡ് ആയിരിക്കുന്ന ക്ലയൻറ്റ് ബേസ് ആണ് ബിലാൽസ് അക്കാഡമി ഓഫ് സെയിൽസ് എക്സലൻസ്. ബേസിക്കലി ഇവരൊരു സെയിൽസ് അക്കാഡമിയാണ്, റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ്. ആൻഡ് ഇന്ന് ഈ മീറ്റിങ്ങിൽ ഈ ക്ലയൻറ്റിൻ്റെ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സ് എന്താണ്, അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ക്ലയൻറ്റിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിയേണ്ടത്. സോ ഓവർ ടു യു ശ്രീജിത്ത്. ബിലാൽക്ക, ബിസിനസ്സിനെ പറ്റി ഒരു ഓവർവ്യൂ തരാമോ? യെസ്, ബേസ് എന്ന് പറയുന്നത് ഒരു സെയിൽസ് അക്കാഡമിയാണ്. ഒരു സ്കൂൾ ഓഫ് സെയിൽസ് എന്നൊക്കെ വിളിക്കാവുന്ന പോലെ വളരെ കാലമായിട്ടുള്ള നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ബിലാൽസ് അക്കാഡമി ഓഫ് സെയിൽസ് എക്സലൻസ് എന്നുള്ളത്. അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടതും ഈ ഗ്രോത്ത് ഫാദറിൽ നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ ഇടയിൽ തന്നെ കൺവേർഷൻസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ പ്രോസസ്സ് ഓഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പലപ്പോഴും മാർക്കറ്റിങ്ങിനേക്കാൾ കൂടുതൽ ആ കമ്പനികളിൽ ഒരു സെയിൽസ് പ്രോസസ്സ് ഇല്ലാത്തതും വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് സ്റ്റാഫുകൾ ഇല്ലാത്തതുമാണ് ഈ കമ്പനികൾക്ക് സെയിൽസ് ഇല്ലാത്തതെന്ന് നമുക്ക് മനസ്സിലായ ഒരു പോയിൻ്റാണ്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള സെയിൽസ് സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി. ഇതാണ് ബേസിക്കലി ഒറ്റ വാക്കിൽ ബേസ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ്. എന്തുകൊണ്ട് ബിലാൽ എന്ന പേര് കമ്പനി ബേസ് എന്നുള്ളൊരു ബ്രാൻഡ് തുടങ്ങിയപ്പോൾ വൈ ബിലാൽ? ബിലാൽസ് അക്കാദമി എന്ന് പറയുന്നത് നിങ്ങളൊരു ലൈക്ക് ബൈജൂസ് അല്ലെങ്കിൽ നീദൂസ് എന്നൊക്കെ പറഞ്ഞ കുറേ പേരുകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അതുപോലെ ഒരു സെൽഫ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണോ അത്? ആക്ച്വലി എന്താണെന്ന് പറയുമോ ശ്രീജിത്ത്, നമ്മൾ ഒരു പേര് കൃത്യമായിട്ട് കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും കിട്ടുന്ന ഒരു പേര് കിട്ടുക എന്നുള്ളത് ഇന്ന് ബിസിനസ് തുടങ്ങുന്ന എല്ലാവർക്കും വലിയ ചലഞ്ചാണ്. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങി അതിനൊരു ലോഗോ സെറ്റ് ചെയ്ത് വെബ്സൈറ്റും ചെയ്ത് കുറേ കഴിഞ്ഞ് ബിസിനസ് അത്യാവശ്യം സ്കെയിൽ ചെയ്യുന്ന ഒരു പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും അറിയുക ഇത് ഓൾറെഡി വേറെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, വേറെ മാർക്കറ്റിൽ ഇതിനെ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമ്പനികൾ അങ്ങനെ ലീഗൽ ചലഞ്ചുകളിൽ പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആർക്കും കോപ്പി അടിക്കാൻ പറ്റാത്തൊരു പേര് എന്നുള്ളതിലായിരുന്നു ആദ്യം. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി എൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്റ്റൈല് എല്ലാം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു 10 വർഷത്തെ ഡയറക്റ്റ് സെയിൽസ് എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രോസസ്സും ഫോർമുലയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി എല്ലാം കൂടെ വന്നപ്പോൾ ബിലാൽസ് അക്കാഡമി സെയിൽസ് എല്ലാം കൂടെ വന്നപ്പോൾ ബേസ് എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടി. സോ എല്ലാം ബേസ് സ്ട്രോങ് ആകുമ്പോഴാണല്ലോ എല്ലാം നന്നാവുന്നത്. അപ്പം അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആംഗിളുകൾ നോക്കിയപ്പോൾ ഐ തോട്ട് ബേസ് വുഡ് ബി റൈറ്റ്. ഓക്കെ, ഏതൊരു ബിസിനസ്സിനെ വിജയിപ്പിക്കണമെങ്കിൽ ആ ഒരു ബിസിനസ്സിന് USPs വേണം. അപ്പോൾ ബേസിൻ്റെ USPs എന്താണ്? എന്താണ് USPs കൊണ്ട് ദസ്നി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയും? USP എന്ന് പറയുമ്പം ഒരു ബിസിനസ് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് എത്ര ഡിഫറെൻ്റ് ആണ്, എന്താണ് ഒരു കസ്റ്റമറിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോയിന്റ്. ഇന്നിപ്പോൾ ഞാൻ മാർക്കറ്റിൽ കാണുന്ന സെയിൽസ് കോഴ്സുകളുണ്ട്, സോ കോൾഡ് സെയിൽസ് കോഴ്സുകൾ. അതിലെല്ലാം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം 6 മാസത്തെ കോഴ്സ്, മിനിമം 1 വർഷത്തെ കോഴ്സ്, അതും ലക്ഷങ്ങൾ ഫീസ്. ശരിക്കും എൻ്റെ ഈ 10 വർഷത്തെ ഒരു സെയിൽസ് എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നല്ലൊരു സെയിൽസുകാരനാവാൻ ഇത്ര വർഷം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക് പഠിക്കുക, ഫണ്ടമെൻ്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഡ്രൈവിംഗ് പോലെയാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ 1 വർഷം ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് ഓടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നിന്ന് ഫണ്ടമെൻ്റൽസ് പഠിക്കുക, റോട്ടിലേക്ക് ഇറങ്ങുക, ഇടി മേടിച്ച് പഠിക്കുക, ഇത്രയേ ഉള്ളൂ സെയിൽസ്. അപ്പോൾ വളരെ ഓണസ്റ്റായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് ജോലി മേടിച്ച് കൊടുക്കുക, അവരെ എക്സ്പീരിയൻസിലേക്ക് വിടുക എന്നുള്ളതാണ് USP. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു USP, 1 മാസം കൊണ്ട് ജോലി ഉറപ്പ്. ഇതാണ് USP. അത് നല്ലൊരു USP ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഹുക്ക് പോയിന്റ് ആയിട്ടുണ്ട്, നമുക്ക് ക്യാമ്പയിൻസിലെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ചെയ്യാം. നമ്മുടെ ഇപ്പോൾ ഈ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് സ്റ്റഡീസ് കഴിഞ്ഞ് ഈ ജോബ് സീക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലേ ഇതിൻ്റെ ടാർഗറ്റ് ഓഡിയൻസ്? അവിടെ ആക്ച്വലി എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്നുള്ളതിൽ എനിക്ക് ഈ പറഞ്ഞൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പോൾ ഈ സെയിൽസ് ജോബ് എന്ന് പറയുന്നതിൽ പല എക്സ്പീരിയൻസ് ലെവലിലുള്ളവരുണ്ടാവുമല്ലോ, അതുപോലെ പല ക്വാളിഫിക്കേഷനിലുള്ളവർക്കുണ്ട്. അപ്പോൾ ഞാൻ ആരെയാണ് എൻ്റെ ഒരു പ്രൈമറി ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ വളരെ ജനറിക് ആയിട്ട് വയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രൈമറി കൺസേൺ. നമുക്ക് ബേസിക്കലി ഈ ഒരു ഓഡിയൻസിനായിരിക്കും കിട്ടുന്നുണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഓഡിയൻസാണ് ശരിക്കും ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു ഹുക്ക് ചെയ്യുന്നത്, അവർക്ക് പെട്ടെന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുക, പെട്ടെന്ന് ജോബ് കിട്ടുക, അതായിരിക്കും അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ അത് നമുക്കൊരു
ഒരു കാറ്റഗറി ആയിട്ട് വെക്കാം. പിന്നെ ഒരു അപ്സ്കിൽ ചെയ്യുന്ന വേറൊരു ഓഡിയൻസിനെ നമുക്ക് ഇതിനകത്തൊരു 2 സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ഒരു ഡൗട്ടായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ മൾട്ടിപ്പിൾ ടാർഗറ്റഡ് ഓഡിയൻസ് ഉള്ളത് നമുക്ക് ക്യാമ്പയിനുകൾ ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുമോ എന്നോ ഉള്ള? ഇല്ല, നമുക്ക് ശരിക്കും നമുക്ക് ഏതൊരു ബിസിനസ്സിനും അതിന് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ചിലപ്പോൾ ഓരോ കാറ്റഗറിയിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് അത് കൺസേൺഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓരോ ക്യാമ്പയിൻസ് ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റ്, ഇപ്പോൾ നമുക്ക് ഒരു ഓഡിയൻസ് ആകുമ്പോൾ ആ ഒരു ഓഡിയൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കോണ്ടന്റ് ആയിരിക്കും നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായി. അപ്പോൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജോലി ആവശ്യമുള്ള കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഈ ഓഡിയൻസിനായിരിക്കും ഏറ്റവും ഈ ജോബ് നീഡഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ അവർക്കാണ് ശരിക്കും നമ്മൾ ആ ഹുക്ക്, ഇപ്പം നിങ്ങളുടെ ഏറ്റവും USP എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം അവരിലോട്ടാണ്. അപ്പോൾ അത് ക്രിയേറ്റീവ് സൈഡിലും അതുപോലെ നമുക്ക് വീഡിയോസിലും അത് നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ ബിലാൽ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് പറയുന്നത് ജോബ് സീക്ക് ചെയ്യുന്നവരും ഓൾറെഡി ഈ സെയിൽസ് ജോബ് ചെയ്തിട്ട് അതിനൊന്ന് അപ്സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ മാക്സിമം യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഐഡൻറ്റിഫൈ ചെയ്യലാണ്. ആൻഡ് ആ പ്ലാറ്റ്ഫോം മനസ്സിലാക്കിയതിന് ശേഷം അതിലേക്ക് മാക്സിമം നമ്മുടെ അവയർനെസ്സും ബ്രാൻഡിങ്ങും മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഗോളായിട്ട് വരുന്നത്. അതെ. ഞാൻ എൻ്റെ ഈ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കി വെച്ചേക്കണത് ഒബിയസ്ലി ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് അല്ലേ? എക്സാക്ട്ലി മെറ്റ ആൻഡ് ഇൻസ്റ്റാഗ്രാം ആണ്. അതാണ് ബേസിക്കലി നമുക്കിപ്പോൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ. ശ്രീജിത്ത്, നമുക്ക് വേറെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമുക്ക് മെറ്റ മാത്രമല്ല, നമുക്കിപ്പോൾ സ്നാപ്ചാറ്റ് ഉണ്ട്, സ്പോട്ടിഫൈ ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിളിൽ യൂട്യൂബ് ഉണ്ട്. നമുക്കതിൽ ഗൂഗിൾ ആഡ്സ് ഞാൻ പൊതുവേ ഇനിഷ്യലി സജസ്റ്റ് ചെയ്യില്ല. എന്നാൽ പോലും നമുക്ക് മെറ്റയുടെ ഒപ്പം തന്നെ സ്പോട്ടിഫൈയും സ്നാപ്ചാറ്റും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ ബിലാൽ നേരത്തെ പറഞ്ഞ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഒരു 20 to 35 ഒരു മെജോറിറ്റി പറയുന്ന ജെൻസി, അവർ ഈ സ്നാപ്ചാറ്റിൽ നല്ല ആക്റ്റീവാണ്. നമുക്ക് അവരെ സ്നാപ്ചാറ്റ് വഴി നമുക്ക് നല്ലപോലെ ടാർഗറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ലിങ്ക്ഡിൻ നല്ലൊരു ഓപ്ഷനാണ്. ലിങ്ക്ഡിനിൽ നമുക്ക് ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള കുട്ടികൾ ഓപ്പൺ ടു വർക്കൊക്കെ കാണാറില്ലേ, അതുപോലെ ജോലി നോക്കുന്ന ഒത്തിരി ആൾക്കാർ ലിങ്ക്ഡിനിലുണ്ട്. അപ്പോൾ നമുക്ക് മെറ്റ മാത്രമാക്കാതെ നമുക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആവും. ബട്ട് ഇനിഷ്യലി നമുക്ക് മെറ്റയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ റിസൾട്ട് വരിക. പിന്നെ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിന് ശേഷം വാട്സാപ്പ് സ്റ്റാറ്റസിലൊക്കെ നമുക്ക് ആഡ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൺട്രിയിലേക്ക് ആയിട്ടില്ല എന്നുള്ളൂ, നമുക്ക് ഡയറക്റ്റ് വാട്സാപ്പിൽ നമുക്ക് ഒരു മെസ്സേജ് ആയിട്ടൊക്കെ നമ്മുടെ ആഡ്സ് കാണിക്കാൻ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കപ്പോൾ ഒരു മൾട്ടി പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലേക്ക് ഇനിഷ്യലി ഫോക്കസ് ചെയ്ത് തന്നെ പോവാം. പക്ഷേ എനിക്ക് അവിടെ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ശ്രീത്ത് ആദ്യം പറഞ്ഞത് തന്നെയാണ്, ഈ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൻ്റെ എണ്ണം ഇത്രയും വലുതായിട്ട് നിൽക്കുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഓണർ എന്നുള്ള നിലയിൽ ഞാൻ ശരിക്കും പറഞ്ഞ കൺഫ്യൂസ്ഡ് ആണ്. അതായത് എവിടെയാണ് എൻ്റെ യൂസർ ഒരു പർച്ചേസിങ് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് എനിക്കൊന്ന് അറിയണമല്ലോ. അതിൽ എങ്ങനെയാണ് നമ്മളൊരു ഏജൻസിക്ക് ഒരു ബിസിനസ് ഓണറെ ഹെൽപ്പ് ചെയ്യാം? ഈ ഡേറ്റ ബാക്കപ്പ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് നമുക്ക് അറിയാൻ പറ്റുമോ? എൻ്റെ യൂസർ കൃത്യമായിട്ട് ഇന്ന പ്ലാറ്റ്ഫോമിലായിരിക്കാം എനിക്ക് ലീഡ് വരാൻ സാധ്യത എന്ന് അറിയാൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒബ്വിയസ്ലി നമുക്ക് മെറ്റേന്നായിരിക്കും കൂടുതൽ റിസൾട്ട് വരിക. പക്ഷേ നമുക്ക് മെറ്റേന്ന് മാത്രം നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ബിലാൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പഴയ ആൾക്കാർ ഭയങ്കരമായിട്ട് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്ന വീഡിയോസിന് ഭയങ്കര റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ഒരു ബിലാലിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ഇൻസ്റ്റ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അവരിപ്പോൾ നോക്കുന്നത് ഒരു മൊബൈലിൽ ഷൂട്ട് ചെയ്തേക്കുന്ന കോണ്ടന്റിന് നല്ല റീച്ചാണ്. വെറുതെ ഒരു ക്യാമറ വെറുതെ ഒരു ക്യാമറ ഓണാക്കി, അതും ക്വാളിറ്റി ഒന്നും വേണമെന്നില്ല. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സ്നാപ്പിലും. ഇപ്പോൾ കുട്ടികൾ കൂടുതൽ ഫിൽറ്ററൊക്കെ യൂസ് ചെയ്തിട്ടും സ്നാപ്ചാറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇവരിപ്പം മാറി ചിന്തിക്കാൻ തുടങ്ങി. ഇപ്പോൾ നേരത്തെ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ഈ മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളത്. നമുക്കൊരു developer.facebook എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷനിലൊക്കെ നേരത്തെ ചെയ്തിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ AI ഒത്തിരി ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് മെറ്റ കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ ബിലാലിൻ്റെ ഓഡിയൻസിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ എവിടെയുണ്ട് എന്ന് മാത്രമല്ല, അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയെന്നും കൂടി നമുക്ക് നോക്കേണ്ട കാര്യം തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ കാര്യം പറഞ്ഞാൽ അതിലൊരു PMAX എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഈ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് ആഡ്സ് റൺ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷനിലും നമുക്ക് കുട്ടികളെ ഇത് കാണിക്കാൻ പറ്റും. കുട്ടികൾ എന്ന് പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അല്ലെങ്കിൽ 30 വയസ്സിനിടയിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ 20-25 വയസ്സിനിടയിൽ പ്രായമുള്ള ആൾക്കാർ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവരെ നമുക്ക് നോക്കുമ്പോൾ അവരൊക്കെ ഈ ആപ്ലിക്കേഷനുകളിലും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആക്റ്റീവാണ്. പക്ഷെ ഒരു ഡൗട്ട് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലീൻ സ്റ്റാർട്ടപ്പാണ് ബേസ് എന്ന് പറയുന്നത്. വലിയ
ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് വളരെ ഒരു ബൂട്ട് സ്ട്രാപ്ഡ് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബേസ്. അങ്ങനെ വരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാ പ്ലാറ്റ്ഫോംസിലേക്കും എത്താനുള്ള ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിനുകളും സ്റ്റാർട്ടപ്പുകൾക്ക് ഉണ്ടാവുമല്ലോ. തീർച്ചയായും. അപ്പോൾ ബേസ് എന്നുള്ളത് നമ്മളിവിടെ ഒരു കേസ് സ്റ്റഡിയാണ്. ഞാൻ എല്ലാ ക്ലയൻറ്റുകൾക്കും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫൗണ്ടർ വരുമ്പോൾ നമ്മൾ ഇത്രയും പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ളൊരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ വിച്ച് ഈസ് ദി ബെസ്റ്റ് ഐഡിയൽ പ്ലാറ്റ്ഫോം എന്നുള്ളത് ക്ലയൻറ്റിന് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി എന്താണ്? നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെറ്റ തന്നെയാണ്. മെറ്റയിൽ തന്നെ താങ്കളുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 20 to 35. ഇവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റഗ്രാം റീൽസും സ്റ്റോറീസും ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. മനസ്സിലായി. എന്ത് ലീഡ് ജനറേഷൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണോ പറയുന്നത്? ലീഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്നല്ല ഞാൻ പറഞ്ഞത്, പ്ലാറ്റ്ഫോം ഏതാണ് മനസ്സിലായി. അതായത് പ്ലാറ്റ്ഫോം ഏത് എന്നുള്ളതല്ലേ ചോദിച്ചത്. നമ്മളത് ഇനി അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം ഒരു സോഷ്യൽ അവയർനെസ് ആയിട്ടായിരിക്കും പോവുക. അതായത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതായത് ഈ ഒരു സെയിൽസ് ട്രെയിനിങ് കിട്ടിയാൽ ഉണ്ടാവാൻ പോകുന്ന ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബ്രാൻഡ് അവയർനെസ് അല്ലെങ്കിൽ ബ്രാൻഡിങ്. അപ്പോൾ കോണ്ടന്റിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് അതെ, വരുന്നത്. അത് ബേസ് എന്നല്ല, എല്ലാ ക്ലയൻസിനും കോണ്ടന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു 2 to 3 സ്റ്റെപ്സ് ആഡ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആദ്യം ഒരു അവയർനെസ് കൊടുത്ത് തുടങ്ങണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടന്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക? ഇപ്പോൾ ഇതൊരു പുതിയ കമ്പനിയാണല്ലോ. നമ്മൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തു. ഇവരിലേക്ക് ഇഫക്റ്റീവായിട്ട് എത്താൻ പറ്റുന്ന ഒരു കോണ്ടന്റ് സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ളതാണ്. നമുക്കതിന് എന്നേക്കാൾ കൂടുതൽ പറയാൻ പറ്റുന്നത് നമ്മുടെ കോണ്ടന്റ് ടീമിനായിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ടീമിനായിരിക്കും. അതിൽ തന്നെ ഏതൊരു ക്ലയൻറ്റും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രെയിറ്റ് അവേ ഒരു ആർട്സിലേക്ക് പോകുന്നതിന് പകരം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സോഷ്യൽ അവയർനെസ്സും പിന്നെയാണ് ഇതെല്ലാം എവിടെ കിട്ടുന്നു എന്നുള്ള കാര്യം വരുന്നത്, ബ്രാൻഡിങ് അല്ലെങ്കിൽ ബ്രാൻഡ് അവയർനെസ്സിലേക്ക് പോകുന്നത്. ഈ 2 സ്റ്റെപ്പും ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആർട്സിലേക്ക് പോകേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം തീരുമാനിച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണോ? അല്ല, അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യാന്നുള്ളതല്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്മൾ തീരുമാനിച്ചു, ഇപ്പം ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്തു. ആൻഡ് ഇതിൽ നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കലി പ്ലാൻ ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയ പേജ് മാനേജ്മെൻ്റ് ആണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ട കോണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ്, നമ്മുടെ സർവീസ് എന്താണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു, ഇപ്പം ബേസിൻ്റെ സെയിൽസ് അക്കാഡമി ആയതുകൊണ്ട് നമ്മുടെ ടെസ്റ്റിമോണിയൽസ് കൊടുക്കാം, നമ്മൾ ഓഫർ ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനെ ഒരാൾക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് മനസ്സിലാവേണ്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഒരു പേജിൽ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ പരസ്യങ്ങളല്ല. ബേസിക്കലി അല്ല. അതായത് ഒരാൾ നമ്മളെ കുറിച്ച് അന്വേഷിച്ച് വരുമ്പം എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയോ സർവീസിനെയോ കുറിച്ചിട്ട് ഒരാൾക്ക് അറിയിക്കണം എന്നുള്ളത് ആസ് എ ബിസിനസ് നമുക്കുള്ളത്, ആ ഇൻഫർമേഷൻസ് ആണ് ബേസിക്കലി നമ്മൾ അതിലേക്ക് പാസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഷോപ്പിൽ നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ ഷോപ്പിലെ പ്രൊഡക്ട്സ് എല്ലാതും വെക്കില്ലേ, അതുപോലെ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് അവിടെ സോഷ്യൽ മീഡിയ പേജിൽ വേണ്ടത്. നേരെ മറിച്ച് പെയ്ഡ് ആഡ്സ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ആഡ്സ് പ്ലേസ് ചെയ്യുന്നത്. അതായത് നമുക്ക് വേണ്ട ടാർഗറ്റഡ് ആൾക്കാരിലേക്ക്, സോഷ്യൽ മീഡിയ ആർക്ക് എപ്പോൾ വന്ന് നോക്കിയാലും കാണുന്ന രീതിയിലാണ്. പക്ഷെ പെയ്ഡ് ആഡ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് ആരെയാണോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ സെറ്റ് ചെയ്തു. ആൻഡ് ആ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കാണാൻ പാകത്തിന് വേണ്ട അവരെ ഹുക്ക് ചെയ്യിക്കുന്ന രീതിയിലുള്ള കോണ്ടൻസ് പുഷ് ചെയ്തിട്ടാണ് നമ്മൾ ആഡ്സ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പറയേണ്ടത് എൻ്റെ ബിസിനസ് എങ്ങനെയാണ് കസ്റ്റമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക, എന്തൊക്കെ സർവീസുകളാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ, ഒരു സൈഡിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കും. എക്സാക്ട്ലി. അപ്പം ഇത് രണ്ടും ആക്ച്വലി പ്ലാറ്റ്ഫോം സെയിം ആണെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ. അപ്പം സോഷ്യൽ മീഡിയ പേജ് മാനേജ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ജ്യോതിയൊക്കെ ആയിരിക്കും എക്സാക്ട്ലി പറയാൻ പറ്റുന്നത്. ബിലാൽ, നമുക്കാണെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറഞ്ഞ പോലെ, കല്യാണി പറഞ്ഞാൽ നമ്മൾ കൂടുതലും ബ്രാൻഡിങ് ആണ് ചെയ്യുക. ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പം അയാൾക്ക് നമ്മുടെ ഏജൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ എന്താ നടക്കുന്നതെന്നുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് വേണം. പിന്നെ പ്രൂഫിംഗ് ആണ് മെയിനായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ത്രൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രൂഫിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ലക്ഷ്യ അല്ലെങ്കിൽ സൈലം പോലുള്ള ബിഗ് ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് അവരുടെ സ്റ്റുഡൻസിനെ തന്നെയാണ് അവർ സെല് ചെയ്യാൻ നോക്കുന്നത്. കാരണം അവർ എന്തൊക്കെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അവരവിടെ കൊണ്ടുവരുന്ന ആക്ടിവിറ്റീസ് ആവട്ടെ, ടെസ്റ്റിമോണിയൽസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കുക. പിന്നെ അവർ സ്വയം സെല് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൈലം എടുക്കുകയാണെങ്കിൽ സൈലത്തിൽ അനന്തുവിനെ തന്നെയാണ് സൈലം സെല് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പം ബിലാലിനാണെങ്കിൽ ബേസിൽ ബിലാൽ അക്കാഡമിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ബിലാലിന് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ
ഇറ്റ്സ് നൈസ്. കാരണം നമ്മൾ എന്താന്നുള്ളതിൻ്റെ, അതായത് ഇപ്പം എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ബ്രാൻഡിൻ്റെ പേഴ്സണാലിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്ലേസ് ചെയ്തെടുക്കേണ്ടത് അല്ലേ. എന്താണ് നമ്മൾ ബ്രാൻഡ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സക്സസ് സ്റ്റോറീസ് എന്തൊക്കെയാണ്, റിസൾട്ട് എന്തൊക്കെയാണ്. കറക്റ്റ് നമ്മൾ എന്താണ് കാണിച്ചു കൊടുക്കുന്നതാണ് സോഷ്യൽ മീഡിയ. കാരണം സോഷ്യൽ മീഡിയയിൽ വരുന്ന ആൾക്കാർ എൻഗേജ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ കയറുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ പോലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നത് നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും, ഫ്രീ ടൈമിലാണ്. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ സെയിൽസ് ടൈപ്പ് തന്നെ നമ്മൾ ഓൾറെഡി ആഡ്സ് പുഷ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബ്രാൻഡിൽ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങളും സെയിൽസ് ടൈപ്പ് ആക്കാൻ ആരും നോക്കാറില്ല. സോ അതൊന്ന് ഷെയറബിൾ ആവുക, അല്ലെങ്കിൽ അതിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സാധനങ്ങളാവുക. ഈ ഷെയറബിൾ കോണ്ടന്റ് എന്ന് പറയുമ്പോഴേ ഞാൻ കേട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളുടെ റീച്ചിനെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ആളുകൾ റിപ്പീറ്റഡ്ലി ഷെയർ ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റുകൾ, സേവ് ചെയ്യുന്ന കോണ്ടന്റുകളൊക്കെ ചെയ്താൽ. അതാണോ ഉദ്ദേശിച്ചത് ജ്യോതിക? യെസ്, നമുക്കിപ്പം ഒരാൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ഇൻഫർമേറ്റീവ് കോണ്ടന്റ് ആവട്ടെ. ഇപ്പം ഞാനിപ്പം സോഷ്യൽ മീഡിയ മാനേജർ ആകുമ്പം എനിക്ക് സോഷ്യൽ മീഡിയ ത്രൂ വരുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ടീമിന് ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പം ബിലാലിൻ്റെ കേസ് വരുമ്പോഴത്തേനും നമ്മൾ സെയിൽസിൻ്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണും. അപ്പോൾ അത് ഒന്നെങ്കിൽ നമ്മൾ പേഴ്സണലി തന്നെ ഇപ്പോൾ ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കോണ്ടന്റ്സ് ആണ് പിന്നീട് അവർക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റ്സിനാണ് നമ്മൾ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ ഒരുപാട് ഷെയർ ചെയ്യുന്നത് എൻ്റെ പേജിനെ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവോ? യെസ്, ഓഫ് കോഴ്സ് നമുക്കത് അൽഗോരിതത്തിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഫസ്റ്റ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴത്തേനും ഷെയറബിൾ അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന കോണ്ടന്റ്സിനെ അൽഗോരിതം തന്നെ ഓക്കെ ഇത് ആർക്കും യൂസ്ഫുൾ ഉള്ളതാണ്, നമ്മുടെ ഓഡിയൻസിലേക്ക് റീച്ച് എത്തിക്കാൻ കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണെന്നുള്ള രീതിയിൽ അൽഗോരിതം തന്നെ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവും, അതിനെ പുഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഈ പൊതുവെ എന്നെ പോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കുമല്ലോ, അതായത് ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വ്യൂസേ കിട്ടിയിട്ടുള്ളൂ, അതിൽ ഇത്ര ലൈക്കേ വന്നിട്ടുള്ളൂ. ഞാൻ എന്ത് മെട്രിക്കിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും ഒരു വീഡിയോയുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യുമ്പോൾ? ആക്ച്വലി ഇപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവയർനെസ് ആയിരിക്കും മെയിൻലി പോകുന്ന വീഡിയോസ് മിക്കതും തന്നെ നമ്മൾ കൊടുക്കുക. അപ്പോൾ അതിനകത്ത് വ്യൂസും അതുപോലെ തന്നെ ഷെയർസും ആണ് നമ്മൾ കൂടുതലും നോക്കുക. നമ്മൾ എത്രത്തോളം വർക്ക് ആവുന്നുണ്ടോ, ഓക്കെ നമ്മുടെ കോണ്ടന്റ് കൊണ്ട് ഒരാൾക്ക് യൂസ്ഫുൾ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു രീതിയിലേക്കായിരിക്കും നമ്മൾ മെയിനായിട്ട് നോക്കുക. ഇപ്പം പണ്ട് നമ്മൾ പറഞ്ഞ ഫോളോവർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് വേണം. ഇപ്പം മാറി മാറി നമ്മൾ കൂടുതലും ഷെയർസ് അല്ലെങ്കിൽ സേവ് ചെയ്യുന്ന കൈൻഡ് ഓഫ് കോണ്ടന്റ് ആണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് ഫോളോവർ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അറ്റ് ദി മൊമെൻറ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറയുന്നത് ഷെയർ വാല്യൂ, ആൾക്കാർ സേവ് ചെയ്യണം, ഷെയർ ചെയ്യണം, അങ്ങനെയുള്ള കോണ്ടന്റുകൾക്കാണ് എന്നാണ്. അങ്ങനത്തെയും വേണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ സോഷ്യൽ പ്രൂഫിങ്, നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് വേണം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ടെസ്റ്റിമോണിയൽസ് ആവട്ടെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾറെഡി ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്ത് അങ്ങനത്തെ കുറച്ച് കോണ്ടന്റ് ഉണ്ട്. സോ അത് കൂട്ടി കോണ്ടന്റ്സ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് നമ്മുടെ ഒരു പ്രൂഫിങ് ആണ്. ഓക്കെ ഇത് ത്രൂ വേറൊരാൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നു എന്നുള്ളത് നമുക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലേക്കും ഹെൽപ്ഫുൾ ആണ് അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ടെസ്റ്റിമോണിയൽ കൊടുക്കുന്ന ക്ലയൻറ്റുകൾ, ടെസ്റ്റിമോണിയൽ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യുന്ന ക്ലയൻറ്റുകളും അത് പോസ്റ്റ് ചെയ്യാത്ത ക്ലയൻറ്റുകളും തമ്മിലുള്ള പെർഫോമൻസിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ടോ തസ്നിയ ആഡ്സ് റൺ ചെയ്യുമ്പോൾ? ഡെഫിനറ്റ്ലി ഭയങ്കര ഒരു വ്യത്യാസം തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളിപ്പോൾ ഇത്രയും ക്ലയൻസിനെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ട് ഈ ഒരു എല്ലാ ടൈപ്പ് കോണ്ടന്റ് കാണിപ്പിച്ച് അവരെ കൂടി അവയർനെസ് ആക്കാം എല്ലാം പറ്റും. പക്ഷെ അവിടെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ, കാരണം അവരുടെ മൈൻഡിൽ പല കാര്യങ്ങളുണ്ടാവും, എന്തുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ ആലോചിച്ചത് അത് മുമ്പ് കുറച്ച് പേര് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊരു ട്രസ്റ്റാണ്. ഇവർ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർ ആ റിവ്യൂ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ കൺവേർഷനിൽ നമുക്കതൊരു ഭയങ്കര ഒരു ചേഞ്ചാണ്. മറ്റേ നമുക്ക് ക്വാളിറ്റി ലീഡ്സ് വരെ നമുക്ക് ചെയ്യാം, ബട്ട് അവിടെ കൺവേർഷൻ എന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും സംഭവിക്കാത്തൊരു കാരണം ഈ ഒരു സോഷ്യൽ പ്രൂഫ് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടാണ്. മറ്റുള്ളവർ ഹാപ്പിയാണ്, നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ഹാപ്പിയാണ്, നമ്മൾ കാണിച്ചു കൊടുക്കുകയാണത് അല്ലേ. അത് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പുഷ് കൊടുക്കും. അപ്പോൾ അവിടെയാണ് ഈ ടെസ്റ്റിമോണിയൽസ് ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് വളരെ ക്ലിയറായി. പക്ഷേ ഈ ഷൂട്ട് ചെയ്യണത് ഏത് സ്കെയിലിൽ വേണം എന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ വരുന്നത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മുടെ ക്ലയൻസിൻ്റെ ഇടയിൽ തന്നെ കാണാറുണ്ട്, ഗ്രോത്ത് ഫാദറിൻ്റെ അടുത്ത് തന്നെ വളരെ ഹൈ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നമ്മൾ ചാർട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ടെസ്റ്റിമോണിയൽസ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പല സമയത്തും ക്ലയൻസിന് ഈ ടെസ്റ്റിമോണിയൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലയൻറ്റ് ടെസ്റ്റിമോണിയൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റി വേണം, ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിർബന്ധങ്ങളുണ്ടോ ലിനീഷ്? അല്ല, മെയിനായിട്ട് ടെസ്റ്റിമോണിയിൽ ഏറ്റവും ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്കായിട്ടുള്ളത്. പണ്ട് കുറച്ച് മുന്നേയൊക്കെ നോക്കുവാണെങ്കിൽ ഒരു ഫുൾ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വലിയൊരു ക്യാമറാമാനും വലിയൊരു സെറ്റിംഗ് ക്രൂ ഒക്കെ ഇരുന്ന് വലിയ സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആക്ച്വലി ഏറ്റവും ഓർഗാനിക്കായിട്ട് ചെയ്യുക എന്നുള്ളതാണ്.
എസ്പെഷ്യലി ആ ക്ലൈൻറ്റ് തന്നെ മീൻസ് ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളവരടുത്ത് നമ്മളൊരു സർവീസ് എടുത്തെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ടാവുമല്ലോ. അവരെ ഏറ്റവും ഹാപ്പി ആയിട്ട് പറയുന്നത് അതേപോലെ കിട്ടുകയാണെങ്കിൽ അത്രയും വർക്കാവും. അവരോട് നമ്മളിപ്പോൾ ചെന്നിട്ട് ഇങ്ങനെ പറയണം അങ്ങനെ പറയണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാപ്പിയെ പച്ച സിനിമയിൽ പറയുന്ന പോലെ ഓരോരോ ഡയലോഗ് എടുത്ത് പറയുന്ന പോലെ ആയി. അങ്ങനത്തെ ടെസ്റ്റിമോണിയൽസ് ഒരിടയ്ക്ക് ഭയങ്കരമായിട്ട് വരുവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അതെ അതെ, കുറേ ആപ്പുകളൊക്കെ അങ്ങനെയുള്ള ടെസ്റ്റിമോണിയൽസ് യൂസ് ചെയ്തിട്ട് അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ആക്ച്വലി റിയൽ ആയിട്ടൊരു കസ്റ്റമർ ടെസ്റ്റിമോണിയൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് തന്നെ ഒരു റീസെൻ്റ് ആയിട്ടൊരു ക്ലൈൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു ടെസ്റ്റിമോണിയൽ എടുത്തിട്ട് അത് നമ്മളൊരു ഒരു ലീനിയർ കട്ട് നമ്മുടെ പേരൊക്കെ പറയുന്ന പോലെ ഒരു കട്ട് കൊടുത്തു. പക്ഷെ അത് വർക്കാവുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് ആഡ്സ് എന്ന് പറഞ്ഞപ്പോൾ അവരതിൽ പറഞ്ഞൊരു ഒരു സ്പെഷ്യൽ പോയിന്റ്, ഇന്ന ക്ലൈൻറ്റ് ഞങ്ങൾക്ക് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതുണ്ടായി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത് ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഒരു ഹുക്കായിട്ട് കൊടുത്തിട്ട് പിന്നെ റൺ ചെയ്ത് വെച്ച് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായി. അപ്പോൾ അവർ പറയുന്ന എല്ലാ മൊമെൻറ്റും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ A to Z കാര്യം ഇപ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ 5 മിനിറ്റും വാല്യൂ ആണ്. അതിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോർഷൻസ് എടുത്ത് നമ്മൾ സോർട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കസ്റ്റമേഴ്സ് ഈ പറയുന്ന ഓണസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റിമോണിയലുകളെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചപ്പോഴും എല്ലാവരും റെക്കമെൻഡ് ചെയ്യണതും സംസാരിക്കുന്നതും വീഡിയോസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ശിവപ്രസാദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സമയത്ത് ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഏജൻസികൾ ഏറ്റവും കൂടുതൽ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത് പോസ്റ്ററുകളിലൂടെ ആയിരുന്നു. ഇപ്പോഴും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ക്ലയൻസിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. ക്ലയൻസ് വരുമ്പോൾ ഇപ്പോഴും ചോദിക്കും നിങ്ങൾ എത്ര പോസ്റ്റർ ചെയ്യുന്നു, ഇപ്പോഴും ചോദിക്കാറുണ്ട്. അതെനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു ഇതിൻ്റെതാണ്. ഇപ്പം ഈ വീഡിയോസിൻ്റെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രോമിനൻസ് പോസ്റ്ററുകളുടെ ഇമ്പോർട്ടൻസിനെ കുറച്ചിട്ടുണ്ടോ, അതോ പോസ്റ്ററുകൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോഴും പോസ്റ്റേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് ടൈപ്പുള്ള പോസ്റ്റേഴ്സിന് ഇപ്പോഴും ഓഡിയൻസ് ഉണ്ട്. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പോഴും ക്രിയേറ്റീവ് ടൈപ്പുള്ള രീതിയിലുള്ള ആഡ്സിനും കാര്യങ്ങളും ഒക്കെ ഓഡിയൻസ് ഉണ്ട് ഇപ്പോൾ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഓഡിയൻസ് കൂടുതലും ഇപ്പോൾ എസ്പെഷ്യലി എഡ്യൂക്കേഷനിലൊക്കെ കുറച്ചും കൂടെ പോസ്റ്റേഴ്സിന് കുറച്ചും കൂടെ പ്രാധാന്യം ഉണ്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്നോട് റിസൾട്ട് പുറത്തേക്ക് വിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലേസ്മെൻ്റ് ആയവരുടെ പോസ്റ്റേഴ്സൊക്കെ വിടുന്നത് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആകുമെന്ന് തോന്നുന്നു അല്ലേ? കൂടുതലും ഗൂഗിൾ റിവ്യൂസ് ടൈപ്പുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രിയേറ്റീവ് രീതിയിലായിട്ടും നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ക്യാപ്ഷൻസ് വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ഫേസ് വെച്ചിട്ടും നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഇറക്കാം. അതിനൊക്കെ ഇപ്പോഴും ഓഡിയൻസ് തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് തന്നെ അറിയാം, ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന പ്രിൻ്റർ ആഡ്സും കാര്യങ്ങളൊക്കെ ലൈക്ക് ഹോർഡിങ്ങും മാഗസിൻ ആഡും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. ഇതൊന്നും നിന്നിട്ടില്ല. പക്ഷേ റിച്ചിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം തന്നെ ഇപ്പോഴും അതിന് ഓഡിയൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിയേറ്റീവിന് എപ്പോഴും അന്നും ഇന്നും ഒരേ വാല്യൂ തന്നെ ഉണ്ട്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. ഈ പോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സിംഗിൾ പോസ്റ്റേഴ്സ് ആണോ, ക്രോസൽ പോസ്റ്റേഴ്സ് ആണോ, എന്താ ഒരു കറൻ്റ്ലി ഒരു ട്രെൻഡ് അങ്ങനെ എന്തെങ്കിലും? അത് ഓഡിയൻസ് അനുസരിച്ച്, ഇപ്പോൾ ഓരോ സർവീസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് ക്ലയൻസിൻ്റെ അടുത്ത് നിന്നുള്ള കിട്ടുന്ന ബ്രീഫ് വെച്ചിട്ട് നമ്മൾ ഓഡിയൻസിനോട് എന്ത് രീതിയിലാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണോ അതോ കുറച്ച് ഒറ്റ സ്ട്രൈക്കിംഗ് ആയിട്ടൊരു കണ്ടൻറ് എഴുതിയിട്ടാണോ എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. പ്ലസ് സോഷ്യൽ മീഡിയയിലും എത്ര എങ്ങനെയാണോ നമുക്ക് അവരുടെ ഇൻസ്റ്റാ ഫീഡും കാര്യങ്ങളൊക്കെ വർക്കാവും നോക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളത് ചൂസ് ചെയ്യുക ഏതാണ് ബെറ്റർ എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു കറക്റ്റ് മിക്സ്ചർ ഓഫ് വീഡിയോസ്, പോസ്റ്റേഴ്സ്, ക്രോസൽസ് ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് അല്ലേ ഒരു ബെറ്റർ റിസൾട്ട് ഉണ്ടാവാൻ. കാരണം കൂടുതൽ ആൾക്കാർ എൻഗേജ്ഡ് ആവുക എപ്പോഴും വീഡിയോസിലായിരിക്കും. ഇപ്പോൾ നമ്മളാണെങ്കിൽ കൂടെ ഒരു ഇൻസ്റ്റോ ഫേസ്ബുക്കോ സ്ക്രോൾ ചെയ്യുമ്പോൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നത് വീഡിയോസിലാണ്. പക്ഷേ ഒരു അറ്റ് ഗ്ലാൻസിന് കൂടുതൽ ഇൻഫർമേഷൻസ് ഒരാളിലേക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു പോസ്റ്റർ കാണുമ്പോഴായിരിക്കും അത് കിട്ടുന്നത്. ഈവൻ ഒരു ഫീഡിൽ വന്നിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ സർവീസിൻ്റെയോ പ്രൊഡക്റ്റിൻ്റെയോ ഇമേജസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം വീഡിയോസ് ആവില്ല. അപ്പോൾ ഒരു മിക്സ് ഓഫ് രണ്ടും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എൻഗേജ്മെൻറ്റ്സും നല്ല രീതിയിൽ ഫീഡിനെ മെയിൻറ്റെയിൻ ചെയ്യാനോടൊപ്പം. അപ്പോൾ അവിടെയും ശിവപ്രസാദ് പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്റ്റ്, ടാർഗറ്റ് കസ്റ്റമർ, പ്ലാറ്റ്ഫോം എല്ലാം അനുസരിച്ച് തന്നെ ആയിരിക്കും അല്ലേ? അതായത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇപ്പം മെറ്റയിലും പറയുന്നത് ശരിക്കും വീഡിയോസ് മാത്രമേ യൂസ് ചെയ്യാനല്ല, മിക്സ് ഓഫ് വീഡിയോസ് ആൻഡ് പോസ്റ്റേഴ്സ്. ഇപ്പോൾ രണ്ടിനും ഓഡിയൻസ് ഉണ്ട്, പക്ഷെ ആ ഓഡിയൻസിൻ്റെ പെർസെൻറ്റേജ് വ്യത്യാസമായിരിക്കും എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇസന, നമുക്ക് ഇപ്പോൾ ബേസ് പോലുള്ള ഒരു ബിസിനസ്സിൽ SEO എന്നുള്ളൊരു ആക്ടിവിറ്റിയുടെ റോൾ എന്തായിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബേസിൽ നിന്നല്ല ഏതൊരു ബിസിനസ് എടുത്താലും ഇപ്പോൾ ഒരാൾ വന്നിട്ട് ഗൂഗിളിലായിക്കോട്ടെ, അതുപോലെ തന്നെ ChatGPT-യിലായിക്കോട്ടെ, വോയിസ് സെർച്ച് ആയിക്കോട്ടെ, എന്തിലാണെങ്കിലും നമ്മുടെ ബിസിനസ്സിനെ ഫസ്റ്റ് എത്തിക്കുക. ആ ഒരു ഇതാണ് ശരിക്കും SEOയുടെ ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
അതിപ്പോൾ എല്ലാ ബിസിനസ്സിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. കാരണം ഇതിലൂടെ ബ്രാൻഡിങ് കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു കസ്റ്റമർ ഇപ്പോൾ മെറ്റയിലാണെങ്കിൽ നമ്മൾ കസ്റ്റമറെ അങ്ങോട്ട് പോയി കണ്ടുപിടിക്കുന്ന ഒരു സെറ്റപ്പാണ്. പക്ഷേ SEO എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് ഒരു ആവശ്യം ഉണ്ടായിട്ട് അയാൾ സെർച്ച് ചെയ്യുമ്പോൾ അയാളുടെ മുന്നിൽ നമ്മൾ എത്തണം. യെസ്. ഇപ്പൊ നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പൊ ഗൂഗിളിലൊക്കെ ഒരാൾ സെർച്ച് ചെയ്ത് നമ്മുടെ വെബ്സൈറ്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ അത് ഒരു വാം കസ്റ്റമർ തന്നെ ആയിരിക്കും അത്. അതായത് ആവശ്യക്കാരൻ മാത്രമാണ് വെബ്സൈറ്റിലൊക്കെ വന്ന് സെർച്ച് ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പൊ ഫേസ്ബുക്ക്, ഇൻസ്റ്റ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഒരുപാട് കാണുമ്പോൾ നമ്മൾ ചുമ്മാ ക്ലിക്ക് ചെയ്ത് ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യും, അങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു വെബ്സൈറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അത് കൂടുതലും ആവശ്യമുള്ള ഒരാളായിരിക്കും വരണത്. അപ്പൊ അതുകൊണ്ട് തന്നെ SEO ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു വാം യൂസർ അല്ലെങ്കിൽ ഒരു പ്യുവർ യൂസറിനെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബ്രാൻഡിങ് നമ്മുടെ ഇമ്പ്രൂവ് ആവും. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതൊരു ഷോർട്ട് ടേം റിസൾട്ട് അല്ല, ഇതിൻ്റെ ഒരു ലോങ് ടേം റിസൾട്ട് ആണ്. ഒരു 6 മന്ത്. അതാണ് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ആയാലും ഇപ്പോൾ ഏതൊരു ക്ലയൻറ്റിൻ്റെ അടുത്താണെങ്കിലും നമ്മൾ പറയുന്നത് ഇതൊരു ലോങ് ടേം റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ഇപ്പോൾ ലോങ് ടേം എന്ന് പറയുമ്പോൾ ഞാനിത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് മിനിമം എനിക്കൊരു 6 മാസം ഒരു 6 മാസം. ഈ 6 മാസം എന്നുള്ളത് ഇപ്പൊ ആക്ച്വലി എന്താ പറയാ, നമ്മൾ ഈ 6 മാസം എടുക്കുമെന്നല്ല, നമ്മൾ പറയുന്ന ഒരു ടൈം പീരീഡ് ആണ്. ഇപ്പൊ ചിലപ്പോൾ 1.5 മന്തിൽ അത് റിസൾട്ട് കിട്ടാം. അത് ബേസ്ഡ് ഓൺ ദി സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആയിരിക്കും. അത് നമുക്ക് അതിൽ വർക്ക് ചെയ്ത് തുടങ്ങി ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരു ടൈമിലേക്കായിരിക്കും ഇതിന് റിസൾട്ട് കിട്ടി തുടങ്ങുക എന്നുള്ളത്. പക്ഷേ ഈ പല കമ്പനികളും ഞാൻ കണ്ടിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ്. ഈ SEOയുടെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും കസ്റ്റമേഴ്സ് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ ഈ സാനിക്കുണ്ടോ? ഓഫ് കോഴ്സ്. കാരണം ഇത് ശരിക്കും ക്ലയൻസ് ആയിക്കോട്ടെ, യൂസേഴ്സ് ആയിക്കോട്ടെ, ആരും അവെയർ അല്ല എന്താണ് SEO എന്ന് പറയുമ്പോൾ. ആക്ച്വലി ഈ ഒരു ടേം കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ആഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് ടേം റിസൾട്ടാണ്. ജസ്റ്റ് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡ്സോ ഒന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ SEO ഒരു വെബ്സൈറ്റ് സെറ്റായി ഒരു 3 മന്ത് അല്ലെങ്കിൽ ഒരു 6 മന്ത് ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും ഒരു മിനിമം ഒരു കുറച്ച് നല്ല ലീഡ്സ് അതിൽ കൂടി വരൂ എന്നുള്ളത്. അത് നമ്മുടെ ഒരു ഗ്യാരണ്ടിയാണ് ശരിക്കും. SEO എന്ന് പറയുമ്പോൾ ബാക്കി ഏത് സർവീസിനെ വെച്ച് നോക്കുമ്പോഴും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നമുക്ക് ആ ഒരു സർവീസ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. അല്ലാണ്ട് സ്പെഷ്യലായിട്ട് അതിലേക്ക് ഒന്നും നമ്മൾ ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണില്ല. ശരിക്കും SEO ചെയ്യണത് ആക്ച്വലി ഇപ്പോൾ വേറെ ഏതെടുത്താലും ബ്രാൻഡിങ് എന്നുള്ള രീതിക്ക് SEOയുടെ ഒരു ഇമ്പോർട്ടൻസ് ഭയങ്കര വലുതാണ്. കാരണം ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, നമ്മൾ വെബ്സൈറ്റിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യണത്. അതിന് അത്രയും ബ്രാൻഡിങ് ഉള്ളതുകൊണ്ടാണ്. ആ ഒരു ബ്രാൻഡിങ് നമുക്ക് SEO കൂടെ ഏതൊരു പ്രൊഡക്റ്റിനാണെങ്കിലും സർവീസിനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ SEOയുടെ ഒരു കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു 10 സൈറ്റുകൾ ലിസ്റ്റ് ചെയ്ത് വരുമായിരുന്നു. ഇപ്പോൾ ബെസ്റ്റ് സെയിൽസ് ട്രെയിനിങ് അക്കാഡമി ഇൻ കൊച്ചിൻ അല്ലെങ്കിൽ നിയർ ബൈ മീ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 വെബ്സൈറ്റുകൾ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ AI സെർച്ചിൻ്റെ ഒരു വളരെ വലിയ ട്രെൻഡ് വന്നേ പിന്നെ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അവിടെ ആദ്യം തന്നെ ഒരു AI ഓവർവ്യൂ വരും, AI ലിസ്റ്റിംഗ് വരും, ആഡ്സ് ഹൈഡ് ചെയ്യാൻ പറ്റും കസ്റ്റമർക്ക് അപ്പം തന്നെ. അപ്പോൾ ഈ സെർച്ചിന്റെ ഡൈനാമിക്സ് കംപ്ലീറ്റ്ലി മാറിയോ ഈ AI സെർച്ച് വന്നേ പിന്നെ? എല്ലാം ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് സെയിം ആണ്. നമ്മൾ എന്താണ് ചെയ്യണത് ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ ഇപ്പം ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ SEOയുടെ കേസിൽ ഒരു 2-3 ഇയേഴ്സ് മുമ്പ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്നവർ അല്ലെങ്കിൽ ചെയ്യണവർ ചെയ്തുകൊണ്ട് കുറച്ച് കീവേഡ്സ് എടുക്കുക, അതിനെ സ്റ്റഫ് ചെയ്യുക, ഓക്കെ റാങ്ക് ആവും എന്നുള്ളത് 100% ഉറപ്പുള്ള കേസായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ SEOയിൽ ചെയ്യണ കാര്യം എന്ന് വെച്ചാൽ കോണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. നമ്മൾ എന്താണോ ചെയ്യണത്, ഇപ്പോൾ സെയിൽസിൻ്റെ ബിലാൽ അക്കാദമിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യണത് അതാണ് നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കണത്. അത് നല്ല പ്യുവറായിട്ട് നമ്മൾ ചെയ്യണത് എന്തൊക്കെയാണോ, നമ്മൾ എന്താണ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണത്, അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിമോണിയൽസ്, നമ്മളെക്കുറിച്ച് A to Z കാര്യങ്ങൾ നമ്മൾ വെബ്സൈറ്റിൽ കൊടുക്കുക. ഈ ഗൂഗിൾ ആയിക്കോട്ടെ, AI ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഈ ക്രോൾ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ ആ ഒരു ഡാറ്റ എത്രത്തോളം റെലവൻ്റ് ആണ് എന്നാണ് നോക്കുന്നത്. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഓക്കെ ബെസ്റ്റ് സെയിൽസ് അക്കാദമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ നോർമൽ ഒരു SEO ചെയ്തിട്ടുണ്ടെങ്കിൽ വരില്ല. നമ്മൾ അതുപോലെ നമ്മുടെ കോണ്ടന്റ്സിനെ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ ബിസിനസ് എന്താണ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം
അത് അതിലേക്ക് വരുള്ളൂ. അത് ആയിക്കോട്ടെ ഇപ്പൊ ഗൂഗിളിന്റെ ഇതാണെങ്കിൽ പോലും ഇപ്പൊ പണ്ടത്തെ പോലെ റാങ്ക് ചെയ്യാന്നുള്ളത് ഒരു ഈസി തിങ് അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ കോണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാ. അതിന്റെ കൂടെ ഈ പറഞ്ഞ പോലെ കീവേഡ്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഇൻക്ലൂഡഡ് ആയിരിക്കും. മനസ്സിലായി. നമുക്കും കസ്റ്റമേഴ്സിനോട് കൃത്യമായിട്ട് പറയാനുള്ളൊരു കാര്യം അത് തന്നെയാണ്. ഈ AI സെർച്ചിൻ്റെ അതിപ്രസരം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ആളുകൾ ബ്രാൻഡുകളെ ഫൈൻഡ് ചെയ്യുന്ന രീതി പണ്ട് ഗൂഗിളിൽ നിന്നായിരുന്നു ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു 6 മാസം മുമ്പ് ഗ്രോത്ത് ഫാദറിൻ്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലയൻറ്റിന് ChatGPT ത്രൂ വന്ന ലീഡിൽ നിന്നൊരു ഡീല് ക്ലോസ് ആയി. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടായിരിക്കും ChatGPT ത്രൂ വരുന്ന ഒരു സെർച്ച് ക്ലോസ് ആവുന്നത്. കാരണം നമ്മൾ അത്ര മുന്നേ തന്നെ ഈ AI സെർച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയിരുന്നു. അപ്പോൾ പലപ്പോഴും ഈ ബ്രാൻഡുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയുള്ള കാലഘട്ടത്തിൽ പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് പോലെയും സോഷ്യൽ മീഡിയ പോലെ തന്നെയും അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്നൊരു ആക്ടിവിറ്റി ആയിട്ട് SEO മാറും എന്നാണ് തോന്നുന്നത് ഈ AI സെർച്ചുകൾക്ക് ശേഷം. എന്താണ് ശ്രീജിത്ത് അതിൽ പറയാനുള്ളത്? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പെർപ്ലെക്സിറ്റി എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ബെസ്റ്റ് ഹോൾസെയിൽ ഡീലർ ഇൻ തിരുപ്പൂർ എന്നുള്ള ഒരു കീവേഡ്, ഈ സാധനം ഇന്ത്യ മാർട്ട് ഏറ്റവും വലിയൊരു ജയൻ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ നമ്മുടെ ക്ലയൻറ്റിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ ഇവോൾവിങ് ആണ്. AI ആയാലും SEO ആയാലും. ഇപ്പോൾ നമുക്ക് ഒരു ആർട്സ് ഓഫ് ചെയ്യാമെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നു. നമുക്ക് നേരെ സ്ട്രെയിറ്റ് അവേ നമ്മുടെ ഒരു ഓർഗാനിക് റിസൾട്ടിലേക്ക് പോകാൻ ഇപ്പോൾ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ AI സെർച്ചിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യം യൂസർ എക്സ്പീരിയൻസ്. എല്ലാവരും SEO എന്ന് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഈ കീവേഡ് സെർച്ച് ഏറ്റവും ടോപ്പിൽ വരിക എന്നുള്ളതാണ്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഒരു മൊബൈൽ വ്യൂ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊരു കസ്റ്റമർ എങ്ങനെ ലാൻഡ് ചെയ്യുക, അങ്ങനെ ഒരു നേരത്തെ ഇപ്പോൾ ഹുക്ക് എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഹുക്കൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുക. ഇതെല്ലാം നമ്മുടെ SEOയുടെ ഒരു പാർട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി. അപ്പോൾ പലപ്പോഴും ആളുകൾ ഈ പറയുന്ന പോലെ വളരെ ഓവർ ദ ടോപ്പ് നിൽക്കുന്ന കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും, ഇൻഡെപ്ത് ഇറങ്ങാണ്ടിരിക്കുകയും ചെയ്യണം. ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഫീൽഡിൻ്റെ ഒരു വളരെ വലിയൊരു പ്രശ്നമുണ്ടല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിൻ്റെ. അതായത് വളരെ അഗ്രസീവായിട്ട് സർഫസ് ലെവൽ കാര്യങ്ങൾ ചെയ്യും, എന്നാൽ ബിനീത്ത് ദ സർഫസിലേക്ക് ഒട്ടും പോകേണ്ടിരിക്കും. ഇപ്പോൾ SEO എന്നുള്ളൊരു ആക്ടിവിറ്റിയിലൊക്കെ അത് വളരെ എവിഡൻ്റാണ്. ഈ പറയുന്ന പോലെ കുറേ കീവേഡുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. ആ കീവേഡുകളുടെ സെർച്ച് എല്ലാം നമ്മുടെ സൈറ്റിലേക്ക് നമ്മൾ റാങ്ക് ചെയ്ത് മേടിക്കുന്നു. പക്ഷേ ഈ വരുന്ന കസ്റ്റമറെ സൈറ്റിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാൾ പോകുന്ന ആ ഒരു ഫുൾ ഫ്ലോ മനസ്സിലാക്കുകയും ചെയ്യാതെ അയാൾക്ക് അവിടെ വേണ്ട ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാതെ വെറുതെ ഒരു വെബ്സൈറ്റ് SEO ഉണ്ട് ഈ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്നും അത് തന്നെയാണ് ശ്രീത്ത് പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. വെബ്സൈറ്റ് മാത്രമല്ല, ഇനി ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതിൻ്റെയൊക്കെ വീഡിയോ സെർച്ച് വരെ ഇപ്പോൾ നമ്മുടെ ഒരു ഗൂഗിളിൽ ഇപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്നത് ചിലപ്പോൾ വീഡിയോ സെർച്ച് ആയിരിക്കും, ഒരു വീഡിയോ റിസൾട്ട് ആയിരിക്കും കാണിക്കുക. അപ്പോൾ വീഡിയോയിലായിക്കോട്ടെ, നമ്മുടെ ഒരു പോസ്റ്ററിലായിക്കോട്ടെ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ, ഇങ്ങനെ എല്ലാത്തിലും നമുക്ക് SEO ഉണ്ട്. മനസ്സിലായി. കാര്യം പെയ്ഡ് ആഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് വരുന്നതാണ്. ഇത് ഹിസാന പറഞ്ഞ പോലെ തന്നെ ഒരു ലോങ് ടേം പ്രോസസ്സ് ആയാൽ പോലും നമ്മുടെ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും ഒരു SEOയുടെ ഒരു ടച്ച് ഉണ്ട്. ഈ ഗൂഗിളിൽ മാത്രമല്ല, ഇപ്പം ഈ ഇൻസ്റ്റഗ്രാമിലൂടെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 6 മാസത്തിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ഇൻ ടേംസ് ഓഫ് കൺവേർഷനിൽ സെർച്ച് ചെയ്തൊക്കെ ടിക്ടോക്കിലാണ്. ടിക്ടോക്ക് ആൾക്കാർ ഒരു സെർച്ച് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. പ്രോഡക്റ്റ്സ് ഫൈൻഡ് ചെയ്യാനും കറക്റ്റായിട്ട് ഇ-കൊമേഴ്സ് പ്രോഡക്റ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ ടിക്ടോക്ക് സെർച്ച് ഇനേബിൾഡ് ആക്കി കൊടുത്തേക്കണേ. അപ്പോൾ ഏതൊരു പ്ലാറ്റ്ഫോമിനെയും അതിൻ്റെ സെർച്ചിന് ഇനേബിൾഡ് ആക്കേണ്ട വരും എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്നത് ഇൻസ്റ്റാഗ്രാം പറഞ്ഞു അല്ലെങ്കിൽ ടിക്ടോക്ക് പറഞ്ഞു, എന്നാലും നമ്മളെ അണ്ടർ റേറ്റ് ചെയ്തേക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, യൂട്യൂബ്. യൂട്യൂബ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഒരു വീഡിയോ സെർച്ച് എഞ്ചിനാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് പോയി കഴിഞ്ഞാൽ സ്വിഗ്ഗി, സൊമാറ്റോ, ഇതൊക്കെ എന്താ ഒരു ഫുഡ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം സെർച്ച് എഞ്ചിൻസ് ആണ്. ഇതിലെല്ലാം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മുടെ കോണ്ടന്റ്, നേരത്തെ ഹിസാന പറഞ്ഞ കാര്യം തന്നെ, കോണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലാണ് ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള ക്യാപ്ഷൻ, റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് കൊടുക്കുക, നമ്മുടെ സർവീസ് എന്താണെന്നുള്ളത് അവിടെ ഷോക്കേസ് ചെയ്യുക. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായി. അപ്പോൾ ആസ് എ ക്ലയൻറ്റ് ഞാൻ കോണ്ടൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, അതിനെ സോഷ്യൽ മീഡിയയിൽ കോണ്ടൻറ്റ് പബ്ലിഷ് ചെയ്തു, പെയ്ഡ് ആഡ്സ് റൺ ചെയ്തു, നിങ്ങൾ പറഞ്ഞ പോലെ SEO റൺ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ
എനിക്ക് കച്ചവടം വരും, എനിക്ക് കസ്റ്റമേഴ്സ് വരും എന്ന് ഉള്ളത് നിങ്ങൾ ഉറപ്പ് വരുവാണോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഇത് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര സെയിൽസ് വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. ഇവിടെ ക്വാളിറ്റി ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ആസ് എ മാർക്കറ്റിംഗ് ഏജൻസി ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ലീഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ഗൂഗിൾ ഷീറ്റിൽ വരുന്ന ലീഡ്സ് ആയിരിക്കാം, വാട്സപ്പിലേക്ക് വരുന്ന ലീഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡയറക്റ്റ് കോൾസ് ആയിരിക്കാം. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ലീഡ്സ് വരാൻ ഇൻട്രസ്റ്റ്, ആ രീതിയിൽ നമ്മൾ ലീഡ്സ് ജനറേറ്റ് ചെയ്ത് തരും. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ കൊടുക്കുന്ന നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ഓഫേഴ്സിൻ്റെയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവിടെ ക്ലോഷറിലേക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെയാണ്. ആൻഡ് വൺസ് ഒരു ക്വാളിറ്റി ലീഡ് ജനറേറ്റ് ചെയ്തിട്ടും അത് കൺവേർഷനിലോട്ട് പോകുന്നില്ലെങ്കിൽ അവിടെ പ്രോപ്പറായിട്ടുള്ള സെയിൽസ് ടീമിനുള്ള ഗൈഡൻസ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. ആൻഡ് നമ്മൾ ഇത് ജനറേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് ഡെയിലി 50 ലീഡ്സ് വേണമെന്ന് പറയുമ്പം അവിടെ 50 ലീഡ്സിനെ മാനേജ് ചെയ്യാനുള്ളൊരു സെയിൽസ് ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ പറയാവൂ. അല്ലാതെ കാരണം ഒരു 50 ലീഡ്സ് മാനേജ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന ലീഡ്സിൻ്റെ ഫോളോ അപ്പ് ചെയ്യാനുള്ള സിസ്റ്റം വേണം, അവരെ പ്രപ്പോസലോ കൊട്ടേഷൻ അയക്കാനുള്ള സിസ്റ്റം വേണം. അപ്പം ഈ വരുന്ന ലീഡ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺവേർഷനിലോട്ട് അതിനെത്തിക്കാൻ സാധിക്കും. ഈ മാനേജ് ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ ഈ ലീഡ് വരിക എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ പോലെ ഗൂഗിൾ ഫോമിലേക്ക് വരാം, വാട്സാപ്പിലേക്ക് വരാം, അല്ലെങ്കിൽ നമുക്ക് ഫോണായിട്ട് വരാം, അല്ലെ ഏത് രീതിയിലും സെയിൽ വരാം. അപ്പം നമ്മുടെ സെയിൽസ് സ്റ്റാഫ് ഇതിനെ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പോൾ പലപ്പോഴും അവിടെയാണ് നമുക്ക് ക്ലയൻസിൻ്റെ ഇടയിൽ നിന്നാണെങ്കിലും ചിലർ പറയാറുണ്ട് ഫോൺ വിളിച്ചാൽ എടുക്കാറില്ല, അല്ലെങ്കിൽ ഹിന്ദിക്കാരുടെ ലീഡ്സ് വരുന്നു, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഇല്ലാത്ത ലീഡ് വരുന്നു, നമ്മൾ സർവീസ് ചെയ്യാത്ത ലൊക്കേഷനിൽ ലീഡ് വരുന്നു, അല്ലേ? അപ്പോൾ ഇതിനെല്ലാം സോൾവ് ചെയ്യാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും ആക്ടിവിറ്റീസ് ചെയ്താൽ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് കോണ്ടന്റ് ഇട്ട് നമ്മൾ ലീഡ്സ് കൊണ്ടുവന്നാലും കൺവേർഷൻ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് പറയാമോ? പറയാം. അത് ആക്ച്വലി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ആഡ് റൺ ചെയ്തു. ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ മാത്രമല്ല ആഡ് റൺ ചെയ്യുന്നത്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സും അതേപോലെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ആഡ് ഒരു ആളെ കാണിക്കുമ്പം അതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡിൽ കാണിക്കുന്നത് മറ്റേ ആൽഗരിതം പ്രകാരം സിമിലർ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ സിമിലർ ആ ഒരു സെക്ടറിൽ ആഡ് ആയിരിക്കും കാണിക്കുന്നത്. ആരാണോ ഫസ്റ്റ് ആ ലീഡിനെ വിളിക്കുന്നത്, നമ്മളാവാം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആവാം, ആരാണോ ഫസ്റ്റ് ആ ലീഡിനെ വിളിക്കുന്നത്, ആരാണോ അവർക്ക് കൂടുതൽ കൺവിൻസിങ് ആവുന്നത്, ആരുടെ പ്രൈസിങ് ആണോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളാണോ അവർക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നത്, അവിടെ ആയിരിക്കും സ്വാഭാവികമായിട്ട് കൺവേർഷൻ പോകുന്നത്. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ എന്താ പറയുക സർവീസിനേക്കാളും ബെറ്റർ ആവാന്ന് മാത്രമല്ല, കോമ്പറ്റീറ്റേഴ്സിൻ്റെ സെയിൽസ് പ്രോസസ്സിനേക്കാളും ബെറ്റർ ആവുക എന്നുള്ളതും കൂടെ നമ്മളൊരു മെയിൻ ഫാക്ടറാണ്. ജസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സർവീസിൽ മാത്രം ബെസ്റ്റ് ആയാൽ പോരാ, ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ വേണം. സെയിൽസ് പ്രോസസ് കൊണ്ട് എന്താ കല്യാണി? സെയിൽസ് പ്രോസസ് എന്ന് പറയുമ്പം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഡായിട്ട് വരും, അതൊരു ഗൂഗിൾ ഷീറ്റിൽ ലീഡായിട്ട് വരും, വാട്സപ്പിൽ വരും, കോളായിട്ട് വരും. ഇതെല്ലാതും ഒരു ഷീറ്റിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ ഇരുന്ന് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല. കാരണം നമ്മൾ അത്രയും ലീഡ്സ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്പനികളുണ്ട്. കാരണം പുതിയ ലീഡ് വരുന്നതും പഴയ ലീഡ്സിൻ്റെ ഫോളോ അപ്പും അപ്പോൾ പ്രോപ്പറായിട്ട് ടൂൾസ് യൂസ് ചെയ്യുക. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോന്നിനും ഫോളോ അപ്പും ആരെ എപ്പോൾ വിളിക്കണം, ഒരു ലീഡ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ അപ്ഡേറ്റ് എന്താണ്, അവരിലേക്ക് നമുക്ക് പോയ ഏറ്റവും ലാസ്റ്റ് എന്താ പറയുക പ്രപ്പോസൽ എന്താണ്, കൊട്ടേഷൻ എമൗണ്ട് എന്താണ്. ഇപ്പോൾ വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പ് ഓട്ടോമേഷൻ, എല്ലാ വാട്സപ്പിനോടും നമ്മൾ വരുന്ന മെസ്സേജസിനോടും എപ്പോഴും പ്രോംപ്റ്റായിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. ബട്ട് ഒരു ബേസിക് റിപ്ലൈ ഒരു പ്രോംപ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ലീഡിൻ്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി. അപ്പം അതിനനുസരിച്ച് മതി നമുക്ക് ബാക്കി ഇൻഫർമേഷൻസും അല്ലെങ്കിൽ ബാക്കി ഫോളോ അപ്പും ചെയ്യാം. അങ്ങനെ ഓരോന്നിലും വാട്സപ്പിലാണെങ്കിലും മറ്റ് ടൈപ്സ് നോർമൽ ടൈപ്പ് ഓഫ് ലീഡ്സ് ആണെങ്കിലും ഓരോ ടൂൾസും പ്രോസസ്സും വെച്ച് ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ ഫോളോ അപ്പ് അതിനനുസരിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും ആ സെയിൽസ് പ്രോസസ്സ് അവിടെ സ്മൂത്ത് ആവുക. ആൻഡ് വൺസ് നല്ലൊരു സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് ക്വാളിറ്റി ലീഡ്സും നല്ലൊരു സെയിൽസ് പ്രോസസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെറ്റർ റിസൾട്ട് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാം. മനസ്സിലായി. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ ആണെന്നാണ് പറയുന്നത് അല്ലേ? അതെ. ഗ്രേറ്റ് കോണ്ടന്റ് കമ്പൈൻഡ് വിത്ത് ഗ്രേറ്റ് മാർക്കറ്റിംഗ് കമ്പൈൻഡ് വിത്ത് എ ഗ്രേറ്റ് സെയിൽസ് പ്രോസസ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഓണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തരുന്ന ലീഡ്സിൻ്റെ ക്വാളിറ്റി, ഇപ്പം എൻ്റെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ പല ക്ലയൻസും ചിലപ്പോൾ ഒരു ഹോണസ്റ്റ് ആയിട്ട് പറയില്ല. ഹോണസ്റ്റ് ആയിട്ട് പറയാന്നുള്ള ഉദ്ദേശിക്കുന്നപ്പം 3 ഇയേഴ്സിൽ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം, നമ്മൾ നല്ല നമ്പർ ഓഫ് ക്വാളിറ്റി ലീഡ്സ് കൊടുക്കുമ്പോഴും
ക്ലയൻറ്റിന് തന്നെ അത് ഹോണസ്റ്റ് ആയിട്ട് പറയില്ലേ. എനിക്ക് തോന്നുന്നു അവർ മടിക്കണം, നല്ല ലീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ അവർ നിർത്തും. ആ ഒരു എന്താണ് അവരുടെ തോട്ട് പ്രോസസ് മനസ്സിലാവണില്ല. അതിപ്പോൾ പണ്ട് സ്കൂളത്തെ ടീച്ചേഴ്സൊക്കെ പറയാം, അവൻ പഠിക്കുന്നു പറഞ്ഞാലും കുഴപ്പമില്ല, പറഞ്ഞാലും നെക്സ്റ്റ് ടേമിൽ കൂടുതൽ മാർക്ക് വാങ്ങുമെന്നുള്ള പോലെ അവരങ്ങ് പറയില്ല. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല. കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടിയാൽ മാത്രം, അത് നമ്പർ ഓഫ് ലീഡ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എത്ര കൺവേർഷൻ വന്നു, എത്ര സെയിൽ വാല്യൂ വന്നു, അവിടെ കൂടുതൽ എമൗണ്ട് കിട്ടുമ്പോൾ നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം 10 രൂപ സ്പെൻഡ് ചെയ്യുമ്പം അവർക്ക് 100 രൂപ കിട്ടുന്നുണ്ടോ, ആ ഒരു റേഷ്യോ മനസ്സിലാക്കിയാലേ നമുക്ക് അവരെ സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 10 രൂപ മുടക്കി 100 രൂപ ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നാളെ 20 മുടക്കുമ്പോൾ 200 കിട്ടുന്നുള്ള ഒരു റേഷ്യോ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ കറക്റ്റ് ഡാറ്റ, അത് ഓരോ മന്ത്ലിയും ഡാറ്റ കിട്ടുമ്പം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഓരോ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും അവരെ തന്നെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും. നമ്മളുടെയും ക്ലയൻറ്റിൻ്റെയും ഗോൾ ആക്ച്വലി സെയിം ആണ്. നമ്മുടെ ഒരേ കമ്പനിയിൽ നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലിരുന്ന് സെയിം ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ളതാണ് ആക്ച്വലി സത്യാവസ്ഥ. അപ്പം ആ രീതിയിലുള്ള ഡാറ്റ നമുക്ക് കിട്ടുമ്പോഴാണ് അതിനനുസരിച്ചിട്ടുള്ളൊരു ബെറ്റർ റിസൾട്ട് നമുക്ക് ക്ലയൻറ്റിന് കൊടുക്കാൻ പറ്റുന്നത്. ബിലാൽ, ഒരു ക്ലാരിറ്റിക്ക് പറയട്ടെ. ഇപ്പം നമുക്ക് പലപ്പോഴും പല ക്ലയൻസ് വന്നിട്ട് ചോദിക്കും എത്ര ക്യാമ്പയിൻസ് ആണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഈ കറക്റ്റ് ഓഡിയൻസിനെ തന്നെ കാണിക്കണം എന്നല്ലേ. ആക്ച്വലി മെറ്റയിൽ അത് പോസിബിൾ അല്ല. ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ SEO ഒക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ഇൻറ്റൻറ്റ് ഉള്ളവർ വന്നിട്ട് സെർച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കത് പോസിബിൾ അല്ല. പലപ്പോഴും ക്ലയൻസ് മനസ്സിലാക്കില്ല. അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശരിക്കും നമ്പർ ഓഫ് ക്യാമ്പയിൻസിലല്ല ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഈ ടാർഗറ്റിങ് ഒരു ഓപ്ഷനായി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഡെഡാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ക്യാമ്പയിൻസ് തന്നെ ഒരു 10 to 16 ഡിഫറെൻറ്റ് ടൈപ്പ് ക്രിയേറ്റീവ്സ് ചെയ്യാം. അതായത് അശ്വിനി, നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പിൻകോഡിലുള്ള ആൾക്കാരെ മാത്രം കാണിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ടാർഗറ്റിംഗ് ഇല്ലായിരുന്നോ? അതിപ്പോൾ ഇല്ലാന്നാണ് പറയുന്നത്. അത്രയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിയൻസ് ശരിക്കും അവിടെ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഓഡിയൻസിനെ റീച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും പറയുന്നത്, എനിക്ക് എൻ്റെ ഇപ്പം ക്ലയൻസ് പറയുന്നത് വെച്ചാൽ 10 ലീഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 ലീഡ്സും അവരെ കസ്റ്റമറാണ്. അതൊരിക്കലും പോസിബിൾ അല്ല. മെറ്റയിൽ പോസിബിൾ അല്ല. മെറ്റയിൽ അവർ തന്നെ ഗ്യാരണ്ടി ചെയ്യുന്നത് 30 to 40 ക്വാളിഫൈഡ് ലീഡ്സ് എന്നുള്ളതാണ്. 30 to 40% ക്വാളിഫൈഡ് ലീഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മാക്സിമം വൈഡായിട്ട് ക്യാമ്പയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് ഇപ്പോൾ 50 ലീഡ്സ് കിട്ടി അതിന് 20 ആയിരിക്കും ഹോട്ട്. അപ്പോൾ ആ 20 കിട്ടണമെങ്കിൽ നമ്മൾ ഇത്രയും വൈഡായിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ്. അപ്പം ഇതിനകത്തും നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ ക്രിയേറ്റീവ്സ് ആണ്. അവിടെ നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ക്യാമ്പയിൻ ചെയ്യണമെന്നുള്ളതില്ല. പിന്നെ നമുക്കൊരു ടെസ്റ്റ് ക്യാമ്പയിൻ ചെയ്യാം. പിന്നെ നമുക്ക് പ്ലാറ്റ്ഫോം, അതായത് ഇപ്പം ലീഡ് ജനറേഷൻ മാത്രമല്ലാണ്ട് അതിനകത്ത് നമുക്ക് വാട്സപ്പ് ചെയ്യാം, കോൾ ചെയ്യാം, അതൊക്കെ ടെസ്റ്റ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ലീഡ് ജനറേഷൻ തന്നെ ഒരു 5-6 ക്യാമ്പയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ പലപ്പോഴും പറയും 5 ക്യാമ്പയിൻ ഇത്ര പൈസയ്ക്ക് ചെയ്തു തരുമോ, അതിലല്ല കാര്യം. അപ്പോൾ നിങ്ങൾ ഈ ഡിസ്കഷനിൽ കണ്ടതുപോലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് ടീമുകളുടെ വളരെ എഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച 1-2 അമച്ചേഴ്സിനെയോ അല്ലെങ്കിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏജൻസികളെയോ ഏൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ കാരണവും അതാണ്. ഇത് 1-2 ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിന് ഇത്രയും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രയും ഓപ്പർച്യൂണിറ്റികളുള്ള ഈ ഒരു മാർക്കറ്റിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് us. ഗ്രോത്ത് ഫാദർ ഈസ് ഓൾവേസ് ഹിയർ ടു ഹെൽപ്പ് യു. അപ്പോൾ വീണ്ടും ഇങ്ങനെയുള്ള ഇൻസൈറ്റ്സുമായി പുതിയ എക്സൈറ്റിംഗ് കോണ്ടന്റുകളുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.